വിദേശത്തേക്കൊക്കെ ധാരാളം കുട്ടികൾ പോകുന്ന ഈ സമയത്ത് ചില കുട്ടികളെങ്കിലും അവിടെ ചെന്നിട്ട് അവർ വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കി വളരെ നിരാശയോടെ വിളിക്കുന്ന പല കുട്ടികളെയും പേരൻസിനെയൊക്കെ ഈ അടുത്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ല ബിസിനസ് ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട്. എന്നാൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഈ നമ്മുടെ നാട്ടിലെ ഒരു ഫ്രസ്ട്രേഷൻ്റെ സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു നിരാശയുടെ സാഹചര്യത്തെ, ജോലി കിട്ടാത്ത സാഹചര്യത്തെയൊക്കെ മുതലെടുക്കുന്ന ധാരാളം പേരുണ്ട്. എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ വേണം? എങ്ങനെയാണ് അതിനുവേണ്ടി കാര്യങ്ങളെ ആലോചിക്കേണ്ടതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാനഡയിൽ ഉപരിപഠനത്തിനായിട്ട് പോയ ഒരു വിദ്യാർത്ഥിയാണ്. പുള്ളി അവിടെ ചെന്ന് ഏകദേശം ഇപ്പോൾ ഒരു 6-7 മാസമായി. വളരെ വിഷമത്തോടു കൂടിയാണ് വിളിച്ചത്. കാരണം അവിടെ ഇപ്പോൾ പാർട്ട് ടൈം ജോലിയില്ല, താമസ സൗകര്യത്തിന് വലിയ പ്രയാസമാണ് കിട്ടാൻ, ചിലവ് ഭയങ്കര കൂടുതലാണ്, വീട്ടിൽ നിന്ന് പൈസ അയച്ചു തന്നിട്ടാണ് അവിടെ ജീവിക്കുന്നത്. വളരെ പ്രയാസത്തിലാണ് ആ കുട്ടി വിളിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിദേശത്തൊക്കെ പോകുന്നതും പഠിക്കുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ വിദേശത്തൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മൾ എവിടെയാണ്, ഏത് രാജ്യത്ത് പോകുന്നു, എന്ത് പഠിക്കാൻ പോകുന്നു, അവിടെ നമുക്കുള്ള ഫ്യൂച്ചർ എന്താണ്, ഈ കാര്യത്തിലൊക്കെ ഒരു ഡീസൻറ്റ് അനാലിസിസ് വളരെ നന്നായിരിക്കും. പ്രധാനമായിട്ടും കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നന്നായിട്ട് പഠിക്കാമെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്മെൻറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റും. പ്രത്യേകിച്ച് എൻജിനീയറിങ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ, അതുപോലെ പിന്നെ മാത്സ്, ഫിസിക്സ്, അതുപോലെ കോമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള BCA ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ ഒരു പ്ലേസ്മെൻറ്റൊക്കെ വാങ്ങിച്ച് 2-3 കൊല്ലമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് ജോലിക്കായിട്ട് തന്നെ നമുക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാരെ വലിയ ലോണൊന്നും എടുത്ത് ഭാരപ്പെടുത്തുകയോ അല്ലെങ്കിൽ വീട് പണയം വെച്ച് പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കൊരു ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലവ് കുറവാണ്, മാത്രമല്ല നമുക്ക് റിസ്ക് കുറവാണ്, നമ്മുടെ സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഒരു ഗ്രാജുവേഷനൊക്കെ ഇന്ത്യയിൽ തന്നെ പഠിച്ച് ഒരു നല്ല പ്ലേസ്മെൻറ്റൊക്കെ വാങ്ങിച്ച് സ്വന്തമായിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടി 4 കൊല്ലം ജോലി ചെയ്തു. 4 കൊല്ലം ജോലി ചെയ്തപ്പോൾ തന്നെ 10-15 ലക്ഷം രൂപ അതിൻ്റെ ബാങ്കിൽ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് ഒരു ഹയർ സ്റ്റഡിക്ക് വിദേശ രാജ്യത്ത് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ സംബന്ധിച്ച് അതിന് വളരെ സന്തോഷത്തോടെ പോകാൻ പറ്റുന്നുണ്ട്. വേറൊന്ന്, വിദേശത്തും കൂടിയുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെയാണ് നമ്മൾ ജോലിയിൽ കയറുന്നതെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് വിദേശത്തൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. മറ്റൊന്ന്, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഗ്രാജുവേഷനൊക്കെ പഠിച്ചിട്ട് വിദേശത്തേക്കൊക്കെ ഹയർ സ്റ്റഡിക്കൊക്കെ പോവുകയാണെങ്കിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട, അവിടുത്തെ ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. കാരണം വളരെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും. പിന്നെ ഓരോ രാജ്യത്തെയും പൊളിറ്റിക്കൽ കണ്ടീഷൻ, സോഷ്യൽ കണ്ടീഷനൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ കാനഡയിലാണെങ്കിൽ ഇലക്ഷൻ വരാൻ പോകുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ നേറ്റീവ്സൊക്കെ വളരെ പിന്നെ ഈ ഭയങ്കരമായിട്ട് മൈഗ്രേഷൻ നടക്കുന്നതുകൊണ്ട് നേറ്റീവ്സൊക്കെ വളരെ അജിറ്റേറ്റഡാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് എടുക്കുന്ന പല നടപടികളും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ തൊഴിലന്വേഷകർക്കും പ്രതികൂലമായി ബാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഇനി അങ്ങോട്ട് 2-3 കൊല്ലമൊക്കെ കാനഡയിൽ കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമായിരിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വലിയ പഠനങ്ങൾക്കുള്ള കഴിവില്ലെങ്കിൽ, ഇപ്പം 2-3 കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. ഒന്ന്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത് നന്നായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ വിദേശത്ത് ചെന്ന് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ആ ലാംഗ്വേജ് ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാതെ നമുക്ക് നല്ല ജോലികളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ലാംഗ്വേജ് ഒരു വലിയ വിഷയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നേരത്തെ തന്നെ ഈ ലാംഗ്വേജ് ഒന്ന് ബെറ്റർ ആക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. നല്ല ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വളരെ ഉന്നതമായ പഠനങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള എൻജിനീയറിങ്, ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് പഠിക്കാനുള്ള കാലിബർ ഇല്ലെന്ന് കണ്ടാൽ പിന്നെ വെറുതെ അവിടെ പോയി ഒരു മീഡിയോക്കർ ആളാകാനായിട്ട് ശ്രമിക്കാതെ ഒരു തൊഴിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടി, അത് ഹോമിയോ മെഡിസിൻ പഠിച്ചാണ്. പക്ഷേ ഹോമിയോ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് ഹോമിയോ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അത് സ്കിൻ തെറാപ്പി പഠിച്ചിട്ട് വിദേശ രാജ്യത്ത് പോയി ജോലി കയറി. അപ്പോൾ കാരണം ഒരു തൊഴിലാണ് പഠിച്ചത്, ഒരു തൊഴിലിലേക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു സാധ്യത ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ LLB ഒക്കെ കഴിഞ്ഞ് ധാരാളം കുട്ടികൾ ഇറങ്ങുന്നു. അപ്പോൾ LLB പഠിച്ചിട്ട് നേരെ വിദേശത്തേക്ക് പോയി ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് കൂടുതൽ
തൊഴിൽ സാധ്യത ഉണ്ടായെന്നൊന്നും വരില്ല. നമ്മുടെ ഒരു LLB ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കുള്ള കാലിബർ എന്താണ്, നമുക്കൊരു HR പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവുണ്ടോ, ഒരു മാനേജ്മെൻറ്റ് രംഗത്ത് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു MBA ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചിലർക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഏരിയയിൽ, ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കുട്ടി ലോജിസ്റ്റിക്സിൻ്റെ ലോയാണത് സ്പെഷ്യലൈസ് ചെയ്ത് അതിലൊരു സർട്ടിഫിക്കേഷനൊക്കെ എടുത്ത് വിദേശത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള ജോലികളിലൊക്കെ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സിലായിരിക്കും, ഹ്യൂമൻ റൈറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഏരിയയിലുള്ള നിയമങ്ങളായിരിക്കും, എന്തെങ്കിലും ഒരു മേഖലയിൽ കൃത്യമായി നിയമങ്ങൾ പഠിക്കാനൊക്കെ കഴിയുമെങ്കിൽ നമ്മുടെ സാധ്യതകളെ വളർത്താം. അത് അവനവൻ എന്ത് കഴിവുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഇനി ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ വിദേശത്ത് പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ നമുക്ക് ജോലി കിട്ടാതിരിക്കുന്ന കാരണങ്ങളൊക്കെ വിദേശത്തും ജോലി കിട്ടാതിരിക്കുന്നതിന് കാരണമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ചെന്നിട്ട് നല്ല ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറയും. വിദേശത്ത് നല്ല അനലിറ്റിക്കൽ സ്കില്ല് വേണം. ഏത് രംഗത്തും നമ്മളെ ജോലിക്ക് എടുക്കണമെങ്കിൽ നല്ല അനലിറ്റിക്കൽ സ്കില്ല്, റീസണിങ് സ്കില്ല് ഒക്കെ നമുക്കുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പം ബുദ്ധിപരമായ ജോലികൾ ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോവാം. ഇനി ബുദ്ധിപരമായ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിവില്ല, ശാരീരികമായി ജോലി ചെയ്യാവുന്ന ട്രേഡുകളൊക്കെ പഠിക്കുക. അടിസ്ഥാന ട്രേഡുകൾക്കൊക്കെ എല്ലാ രാജ്യങ്ങളിലും സാധ്യതകളുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് പല രംഗത്തും തൊഴിലുകൾ ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് തൊഴിലുകൾ ഇല്ലാതാവുന്നത്, എവിടെയൊക്കെയാണ് തൊഴിലുകൾ കൂടി വരുന്നത്, ഓരോ രാജ്യത്തെയും തൊഴിലിൻ്റെ നീഡ് ഏത് ഏരിയയിലാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിലൊക്കെ വലിയ ഡിമാൻഡാണ്. പക്ഷേ അതിന് 2-3 ലൈസൻസിങ് എക്സാമിനേഷനൊക്കെ പാസ്സാകണം. മരം മുറിക്കുന്ന ആൾക്കാർക്ക് വലിയ ഡിമാൻഡുണ്ട്, മേശരിമാർക്കും ആശാരിമാർക്കും ഒക്കെ വലിയ ഡിമാൻഡുണ്ട്, ഫാമിംഗ് ചെയ്യാനറിയാവുന്നവർക്ക് ഡിമാൻഡുണ്ട്. ഓരോ രാജ്യത്തെയും ആവശ്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറിക്കൊക്കെ വലിയ ഡിമാൻഡുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തെയും നിയമങ്ങളും ആവശ്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഭാവി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ കൃത്യമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കഴിവതും അമിതമായി കടമെടുത്തും വീടും മറ്റും പണയപ്പെടുത്തിയും റിസ്ക് എടുത്ത് വിദേശത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊക്കെ അമിതമായൊരു സാഹസമാണ്. ഒരുപക്ഷെ വയസ്സാം കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ തെരുവിലിറങ്ങി കിടക്കേണ്ട ഗതികേട് വന്നെന്നിരിക്കുക. അതുകൊണ്ട് വിദേശത്ത് പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ പോകുന്നവർ വളരെ കൃത്യമായി കാര്യങ്ങൾ ആലോചിച്ച് പോവുക. പിന്നെ പറയുന്ന പോലൊന്നും പാർട്ട് ടൈം ജോലികളൊന്നും പല രാജ്യങ്ങളിലും ഇല്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുമെന്നൊക്കെയുള്ള വിഷയമുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ട വന്നാൽ ഇവിടെയും കൂടി കൊള്ളാവുന്ന ഒരു കോഴ്സാണോ ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയും കൂടെ ഡിമാൻഡുള്ളൊരു കോഴ്സാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ഇപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ പോകുന്ന പല ആൾക്കാരും അവിടെ പഠിക്കാൻ പറ്റുന്ന പല കോഴ്സുകളും വേറൊരു രാജ്യത്ത് ചിലപ്പോൾ ഡിമാൻഡുള്ളതായിരിക്കില്ല. അതുപോലെ തന്നെ ആ ഭാഷ കൊണ്ട് വേറൊരു രാജ്യത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ രാജ്യത്തെയും വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോവുക. അറിയാവുന്നവരുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളൊരു ഇമോഷണലി മോശമായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു നിരാശയോടിരിക്കുന്ന സമയത്ത് പലരും നമ്മളെ മുതലെടുക്കും. ധാരാളം കള്ളക്കച്ചവടങ്ങൾ ഇതിനകത്തുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ അഭിനന്ദിക്കുന്നു. എന്നാൽ വളരെ മോശപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ഫ്ലൈ ബൈ നൈറ്റ് സർവീസാണ്, രാത്രി കാലങ്ങളിൽ വന്ന് പൊങ്ങി കുറേ പണം ഉണ്ടാക്കി അടിച്ചു മാറ്റി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിച്ചോണം. അവർ നമ്മളെ നിരാശയിൽ നമ്മളെ കൂടുതൽ വഞ്ചിക്കും, നമ്മൾ കൂടുതൽ പരാജിതരാകുകൊണ്ട് നിരാശയോടിരിക്കുമ്പോൾ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, ജോലി കിട്ടാതിരിക്കുമ്പോൾ നല്ലൊരു ഗൈഡൻസൊക്കെ എടുത്ത് അറിയാവുന്ന ആൾക്കാരുമായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് ഞാൻ പറയുകയാണ്, വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ടുള്ള പല മേഖലകളും കാണും. അതിലൊക്കെ പോയി പാർട്ട് ടൈം ജോലി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവസാനം നിങ്ങളുടെ മേഖല വേറൊന്നാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് ആ മേഖലയിൽ ഒരു ജോലി കിട്ടാനൊക്കെ സാധ്യത കുറവായിരിക്കും. നിങ്ങളൊരു IT ഫീൽഡിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള പാർട്ട് ടൈം ജോലിയിലൊക്കെ കയറാമെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് അതിനുള്ള സാധ്യതകൾ വളരെ കൂടും. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ UK പോയിട്ട് ഈ കെയർ ഗിവിങ്ങിൽ സാധ്യത ഉള്ളതുകൊണ്ട് അതിനകത്ത് കയറി അതിനകത്ത് കുറേ കാലം ജോലി ചെയ്തു. ഇപ്പോൾ ആ വിസ ചേഞ്ച് ചെയ്ത് പുള്ളിക്കൊരു എഞ്ചിനീയറിംഗ് രംഗത്താണ് ബേസിക്കലി പുള്ളിയുള്ള. അതിലേക്ക് മാറാനായിട്ട് പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു വരേണ്ട വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രംഗത്ത് നിങ്ങൾ മിടുക്കരാണെങ്കിൽ ആ രംഗത്തൊക്കെ തന്നെയുള്ള ജോലികൾ കണ്ടെത്താനൊക്കെ പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ തന്നെ അത്തരം നിങ്ങൾ ഏതെങ്കിലും രംഗത്ത് പഠിച്ച ആളാണെങ്കിൽ ഇവിടെ തന്നെ അത്തരം ജോലികൾ നല്ല സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യാമെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് വിദേശത്ത്
ചെയ്യുന്ന നല്ല ജോലികൾ നേടാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജോലിക്കും പഠിത്തത്തിനും ഒക്കെ ഇറങ്ങിത്തിരിക്കുക. നന്നായിട്ട് കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിച്ച്, ഒന്നും ഈസി അല്ല, ഒന്നും ഫ്രീ അല്ല. ആരെങ്കിലും എന്തെങ്കിലും ഈസി ആണെന്നോ ഫ്രീ ആണെന്നോ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു തട്ടിപ്പുണ്ടെന്ന് പ്രത്യേകം ഓർത്തോണം. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു.